ഹേ എവരിബഡി അപ്പോൾ കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയ ബ്രൂസ്ലിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ആക്ടറിൻ്റെ വാച്ച് ലിസ്റ്റ് ആണ് ഈ വീഡിയോയിൽ. ആദ്യത്തെ പടമാണ് എൻ്റർ ദ ഡ്രാഗൺ. ബ്രൂസ്ലിയുടെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മൂവിയാണിത്. ഇതിൽ ബ്രൂസ് ലീ എന്നൊരു മാർഷ്യൽ ആർട്ടിസ്റ്റ് ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഹാൻ എന്ന് പറഞ്ഞൊരു ക്രൈം ലോർഡിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ഹയർ ചെയ്യുകയാണ് ലീനെ അണ്ടർ കവർ പോകാനായിട്ട്. ഹാൻ റെഗുലറായിട്ട് മാർഷ്യൽ ആർട്ട് കോമ്പറ്റീഷൻസ് നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ലീ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഈ പടത്തിൽ മെയിനായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഫൈറ്റിംഗ് എബിലിറ്റീസ് തന്നെയാണ് കാണിക്കുന്നത് ബ്രൂസ്ലിയുടെ. പിന്നെ പറയാനുള്ളത് മാർഷ്യൽ ആർട്സ് മൂവീസിൻ്റെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു പടമാണ് എൻ്റർ ദ ഡ്രാഗൺ. അടുത്ത മൂവിയാണ് വേ ഓഫ് ദ ഡ്രാഗൺ. റോമിലുള്ള ഒരു റിലേറ്റീവ് ബ്രൂസ്ലിയുടെ കഥാപാത്രമായ ടാങ് ലങ്ങിൻ്റെ സഹായം തേടുന്നതാണ് തൻ്റെ ഷോപ്പിനെ അറ്റാക്ക് ചെയ്യുന്ന ഗാങ്സ്റ്റേഴ്സിനെ ഫൈറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഹോങ്കോങ്ങിൽ നിന്ന് എത്തുന്ന ബ്രൂസ്ലിയുടെ കഥാപാത്രം ആ ഒരു ഷോപ്പിലുള്ള വർക്കേഴ്സിനെ ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നു, ഗാങ്സ്റ്റേഴ്സിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഗാങ്സ്റ്റേഴ്സ് ഒരു വലിയ മാർഷ്യൽ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാമെന്ന് ചക്ക് നോറിസ് എന്ന ആക്ടറാണ് ഈ കഥാപാത്രം അഭിനയിക്കുന്നത്. ടാങ് ലങ്ങിന് ഈ ഒരു മാർഷ്യൽ ആർട്ടിസ്റ്റിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ ഗാങ്സ്റ്റേഴ്സിനെ തടയാൻ പറ്റുമോ, ഈ ഒരു റിലേറ്റീവിൻ്റെ ഷോപ്പ് രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ ഒരു പടത്തിൻ്റെ മെയിൻ പ്ലോട്ട്. ബ്രൂസ്ലിയും ചക്ക് നോറിസും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് സീക്വൻസ്, ഒരു കൊളോസിയത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫൈറ്റ് സീക്വൻസ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതുപോലെ തന്നെ നൺചക്സ് ഉപയോഗിച്ചിട്ടുള്ള ഫൈറ്റ്സും. ലിസ്റ്റിലുള്ള അവസാനത്തെ പടമാണ് ഗെയിം ഓഫ് ഡെത്ത്. ബ്രൂസ്ലിയുടെ അവസാനത്തെ പടമായിരുന്നത്. ലീ ഇതിൽ റായ് ടിയാൻ എന്ന് പറഞ്ഞൊരു റിട്ടയർ ആയിട്ടുള്ളൊരു മാർഷ്യൽ ആർട്സ് ചാമ്പ്യനായിട്ടാണ് അഭിനയിക്കുന്നത്. ഒരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർ ഇദ്ദേഹത്തിനെ ഹയർ ചെയ്യുന്നതാണ് ഒരു ചൈനീസ് ട്രഷർ കിട്ടാനായിട്ട്. ഈ ഒരു ട്രഷർ കിട്ടാൻ വേണ്ടി റായ് ടിയാൻ 5 ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. 5 ലെവലിൽ 5 ആൾക്കാരെ ഫൈറ്റ് ചെയ്തിട്ട് പോകണം. അതും പല മാർഷ്യൽ ആർട്സിലുള്ള ആൾക്കാരെ. ഓരോ ലെവൽ ഇൻക്രീസ് ആകുമ്പോൾ ഡിഫിക്കൽട്ടി കൂടിക്കൊണ്ടിരിക്കും. ഈ ഒരു സംഭവം കുറേ ഗെയിംസിനും ഒരു ഇൻസ്പിറേഷനായി. അതായത് കുറേ ലെവൽസ് ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെ അവസാനം പോയി ബോസിനെ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഫൈനൽ ലെവലിൽ. ബ്രൂസ്ലി ഈ പടത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ മരിച്ചു പോയത് കൊണ്ട് തന്നെ ഈ പടത്തിൻ്റെ ബാക്കിയുള്ള ഷൂട്ട് ഫൈനലൈസ് ചെയ്തത് കുറേ സ്റ്റാൻഡിൻസ് വെച്ചിട്ടാണ്. അതായത് ആക്ടറിനെ മെയിനായിട്ട് കാണിക്കാത്തുള്ള കുറേ സീൻസ് വെച്ചിട്ടാണ് ഈ പടം ഫിനിഷ് ചെയ്തത്. ഈ പടത്തിലാണ് ബ്രൂസ്ലിയുടെ ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള യെല്ലോ സ്യൂട്ട് ധരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വാച്ച് ലിസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.